ഐതിഹാസികമായ സമര പോരാട്ടങ്ങളുടെ സ്പന്ദനങ്ങൾ മുഴങ്ങിയ ഭൂമിയാണ് വൈക്കം. ജാതി വ്യവസ്ഥകൾക്കെതിരെയുള്ള പ്രതിഷേധാഗ്നി ജ്വലിച്ച വൈക്കം ഇന്ന് നാടിനാകെ സാഹോദര്യവും വികസനത്തിൻ്റെ പുത്തൻ മാതൃകകളും പകർന്നു നൽകുന്ന നാടാണ്. വൈക്കം മണ്ഡലത്തിൻ്റെ വികസന പാതയിലൂടെ നവകേരളം നവമുന്നേറ്റം. ഒരു കാലഘട്ടത്തിൽ ജാതിമത വർഗവർണ്ണ സ്പർദ്ധകൾ നിറഞ്ഞിരുന്ന വൈക്കത്ത് വികസനത്തിന്റെ ഒരു തരി വെളിച്ചത്തിനായി കാത്തിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു. ആ ഇരുണ്ട നാളുകളിൽ നിന്നും കാലം മുൻപോട്ട് ചലിച്ചപ്പോൾ നാടാകെ നിറഞ്ഞത് വികസനത്തിന്റെ വെളിച്ചം. പശ്ചാത്തല വികസന സൗകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിലും വൈക്കം കൈവരിച്ച നേട്ടങ്ങൾ വിസ്മയകരമാണ്. നഗരസഭയ്ക്ക് പുറമെ ചെമ്പ്, കല്ലറ, മറവൻതുരുത്ത്, ടി.വി.പുരം, തലയാഴം, തലയോലപ്പറമ്പ്, ഉദയനാപുരം, വെച്ചൂർ, വെള്ളൂർ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് വൈക്കം നിയോജക മണ്ഡലം. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതികളിലൂടെ വൈക്കം സമഗ്ര വികസനത്തിന്റെ പാതയിലെത്തിയെന്നാണ് മണ്ഡലം എം.എൽ.എ. സി.കെ. ആശ വിലയിരുത്തുന്നത്. 2016 അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാർ വൈക്കം നിയോജക മണ്ഡലത്തിന് അതിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കിഫ്ബി വഴി നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട്. നിരവധിയായ പ്രോജക്റ്റുകൾ നമുക്ക് കിഫ്ബിയുടെ ആ ഒരു സാമ്പത്തിക പിന്തുണയോടുകൂടി നമുക്ക് ആരംഭിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും ചിലവ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായിട്ടുള്ള ഘട്ടങ്ങളിലാണ്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ കടത്തുവള്ളത്തെ മാത്രം ആശ്രയിച്ചിരുന്ന ഉദയനാപുരം, അക്കരപ്പാടം തുരുത്ത് നിവാസികളുടെ ജീവിത സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പാലം നിർമ്മിക്കുന്ന പദ്ധതി അവസാന ഘട്ടത്തിലാണ്. 15 കോടി രൂപ സർക്കാർ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് പാലം നിർമ്മിക്കുന്നത്. ഡിസംബറിൽ പാലം നാടിന് സമർപ്പിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ അക്കരപ്പാടം എന്ന് പറയുന്ന ഒരു യഥാർത്ഥത്തിലൊരു തുരുത്ത് ആയിരുന്ന ഒരു പ്രദേശത്തേക്ക് ഉള്ള ഒരു പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കിഫ്ബി വഴി നമുക്ക് അനുവദിച്ച് കിട്ടിയ 15 കോടി രൂപ മുതൽ മുടക്കിയാണ് നമ്മൾ ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഈ പാലത്തിൻ്റെ അവസാനവട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവസാനവട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡിസംബർ മാസത്തിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അക്കരപ്പാടം നിവാസികൾ വർഷങ്ങളായി അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള ആൾക്കാർ, അത് സ്കൂൾ കുട്ടികളും ജോലിക്ക് പോകുന്നവരും പ്രായമായവരും എല്ലാം വൈക്കത്തെ അവരുടെ ആരോഗ്യ കേന്ദ്രത്തെയും മറ്റെല്ലാ കാര്യങ്ങൾക്കും വൈക്കത്തെ ആശ്രയിക്കണമെങ്കിൽ കടത്തുവള്ളത്തിലാണ് ഇക്കാലം അത്രയും അവർ യാത്ര ചെയ്തിരുന്നത്. ഇപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അക്കരപ്പാടം നിവാസികൾക്ക് അത് പ്രയോജനകരമാകുന്ന രീതിയിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്തും മികവിൻ്റെ ചരിത്രം രചിക്കുവാനും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വിദ്യാലയങ്ങളെ ഉയർത്തുവാൻ കഴിഞ്ഞതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ സ്കൂളായി ഉയർത്തിയ വൈക്കം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനായി ചെലവഴിച്ചത് 56 കോടി രൂപയാണ്. കൂടാതെ വിവിധ സ്കൂളുകൾക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്കും തുക ചെലവഴിക്കാൻ കഴിഞ്ഞതായും എം.എൽ.എ. ചൂണ്ടിക്കാട്ടി. നിരവധി സ്കൂളുകൾക്ക് നമുക്ക് കിഫ്ബിയുടെ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ഇൻ്റർനാഷണൽ സ്കൂളായി ഉയർത്തിയിട്ടുള്ള വൈക്കം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇപ്പോൾ വൈക്കം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പുനർനാമകരണം ചെയ്തിട്ടുള്ള നമ്മുടെ സ്കൂളാണ്. അവിടെ 5 കോടി രൂപ മുതൽ മുടക്കിയാണ് കിഫ്ബി അതിൻ്റെ പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. മറ്റൊന്ന് എ.ജെ. ജോൺ സ്കൂൾ 3 കോടി രൂപ മുതൽ മുടക്കി മികവിൻ്റെ കേന്ദ്രമായി അതിനെ പുതിയ കെട്ടിടമെല്ലാം നിർമ്മിച്ച് ഏറ്റവും നല്ലൊരു സ്കൂളായി മാറ്റിയിട്ടുണ്ട്. മറ്റ് സ്കൂളുകൾ ഇപ്പോൾ കുലശേഖരമംഗലം സ്കൂള്, ദേവിലാസം സ്കൂള്, ഒപ്പം തന്നെ നമ്മുടെ മറവന്തുരുത്ത് GUPS ഉൾപ്പെടെ വൈക്കം ടൗൺ LPS ഉൾപ്പെടെ കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ ചിലത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്, ചിലതിപ്പോൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ നിൽക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കിഫ്ബിയുടെ ആ ഒരു ഫണ്ടിങ് നമുക്ക് വളരെയേറെ പ്രയോജനകരമായിട്ടുണ്ട്.
ആരോഗ്യരംഗത്തും വിസ്മയകരമായ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിഞ്ഞതും ശ്രദ്ധിക്കപ്പെട്ട പ്രവർത്തനമാണ്. രാജഭരണകാലത്ത് പണികഴിപ്പിച്ച താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതി അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 85 കോടി രൂപ ചിലവഴിച്ച് 5 നിലകളിലായാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര മിഷനിലൂടെ കിഫ്ബി ഫണ്ടിംഗ് ചെയ്യുന്ന 85 കോടി രൂപ മുതൽ മുടക്കിയുള്ള വൈക്കം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മികച്ച ആരോഗ്യ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി ആശുപത്രികളുടെ ഭൗതിക സാഹചര്യ വികസനത്തിൽ ഊന്നിയുള്ള സർക്കാരിൻ്റെ പോളിസിയുടെ ഭാഗമായിട്ടാണ് വൈക്കം താലൂക്ക് ആശുപത്രിക്കും അതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. 85 കോടി രൂപ മുതൽ മുടക്കി 1,25,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായിട്ടുള്ള കെട്ടിടമാണ് നമ്മളിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്ന രീതിയിൽ ഏറ്റവും രോഗി സൗഹൃദമായ ഒരു ആശുപത്രിയായി വൈക്കം താലൂക്ക് ആശുപത്രിയെ മാറ്റുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ ഇലക്ട്രിക് വർക്ക്, പ്ലംബിംഗ് വർക്ക്, ഒപ്പം തന്നെ ഫയർ ഉൾപ്പെടെയുള്ള മറ്റ് വർക്കുകളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും MLA എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. ഏറ്റവും വേഗം തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നമുക്ക് വൈക്കത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം വൈക്കത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, അത് റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിഫ്ബിയുടെ ധനസഹായം ലഭിച്ചിട്ടുള്ള കാര്യമാണ്. വൈക്കം വെച്ചൂർ റോഡ് എന്ന് പറയുന്നത് വൈക്കത്തിൻ്റെ ഒരു ജീവനാഡി എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു വികസനം കാലാകാലങ്ങളായി വൈക്കത്തെ ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഒരു ടൂറിസം സ്പേസ് എന്ന നിലയിൽ കുമരകത്തേക്ക് പോകുന്നതിനും ആലപ്പുഴ ജില്ലയിലേക്ക് പോകുന്നതിനുമെല്ലാം ഹൈവേയിലേക്ക് നമുക്ക് പോകുന്നതിനുമൊക്കെയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് എന്ന നിലയിൽ വൈക്കം വെച്ചൂർ റോഡിൻ്റെ കേവലം 4.5 മീറ്റർ മാത്രം വീതിയുള്ള റോഡിനെ 13 മീറ്ററായിട്ട് വീതി കൂട്ടി പുനർനിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമുക്ക് കിഫ്ബി ആദ്യഘട്ടം 97.36 കോടി രൂപ അനുവദിക്കുകയും ഇന്ന് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നു. (2016) മുതൽ വൈക്കത്തിന് വികസനത്തിന്റെ പുതിയ മുഖം കൈവന്നു എന്നാണ് MLAയുടെ വിലയിരുത്തൽ. വൈക്കത്ത് ഒരു തിയേറ്റർ ഇല്ലാത്ത ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു വൈക്കം മുനിസിപ്പാലിറ്റി. ഇവിടുത്തെ ആൾക്കാരെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് സിനിമ കാണാൻ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ KSFDCക്ക് വഴി നമുക്ക് വൈക്കത്തിൽ മൾട്ടിപ്ലസ് തിയേറ്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ കിഫ്ബി വഴി 14 കോടി രൂപ നമുക്ക് അനുവദിച്ചു തരികയും മുനിസിപ്പാലിറ്റിയുടെ വൈക്കത്തമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ കിളിയാട്ടുനട എന്ന് പറയുന്ന പ്രദേശത്ത് 2 തിയേറ്ററുകളുള്ള മൾട്ടിപ്ലസ് തിയേറ്റർ അതിൻ്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന തരത്തിൽ അതിൻ്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു സന്തോഷ നിമിഷം കൂടിയാണ്. ഇങ്ങനെ വൈക്കത്തിന് സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഒരു വ്യവസായ വിപ്ലവം എന്ന് തന്നെ പറയാവുന്ന തരത്തിലാണ് HNL എന്ന ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം അവർ വിൽപ്പനയ്ക്ക് വെച്ച സമയത്ത് കേരളം അതിൻ്റെ കൊട്ടേഷനിൽ പങ്കെടുക്കുകയും ഏതാണ്ട് 200 കോടി രൂപയിലധികം കിഫ്ബി വഴി ധനസഹായം ലഭിച്ചുകൊണ്ട് നമ്മളത് കൊട്ടേഷനിൽ പങ്കെടുത്ത് കിൻഫ്ര സർക്കാരിന് വേണ്ടി HNL അതിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ഏതാണ്ട് 700 ഏക്കറോളം ഭൂമി ഉൾപ്പെടെ നമ്മൾ കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും അവിടെ HNL എന്ന തരത്തിൽ പേപ്പർ കമ്പനി പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ സ്വന്തം പേപ്പർ നിർമ്മാണശാലയായിട്ടുള്ള KPPL തുടങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഒപ്പം തന്നെ റബ്ബറൈസ്ഡ് വ്യവസായങ്ങൾക്കുള്ള ഒരു ഹബ്ബ് എന്ന തരത്തിൽ നമുക്ക് അവിടെ ഒരു റബ്ബർ പാർക്ക് ഇപ്പോൾ അതും കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടിയാണ് 1500 കോടി രൂപ മുതൽ മുടക്കി നമ്മൾ അവിടെ ഒരു വ്യവസായ ഹബ്ബ് ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം നടന്ന് പൈലിംഗ് ഉൾപ്പെടെയുള്ള വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു.
സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിഫ്ബി വഴി കോടിക്കണക്കിന് രൂപ വൈക്കം മണ്ഡലത്തിലേക്ക് വന്ന ഒരു 8 വർഷക്കാലമാണ് എനിക്ക് ഓർത്തെടുക്കാനുള്ളത്. ഈ ഒരു സമയത്ത് വൈക്കത്തിൻ്റെ MLA ആയിരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. വൈക്കത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ രീതിയിൽ പണം അനുവദിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരിനും കിഫ്ബിക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. വികസനത്തിൻ്റെ പുതിയ വിഹായസ്സുകളിലേക്ക് വൈക്കം ഉയരുകയാണ്. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് കോയിക്കൽ സ്വരൂപത്തിൻ്റെ ആസ്ഥാനമായിരുന്നു പൂഞ്ഞാർ. കാലത്തിൻ്റെ മുന്നേറ്റത്തിൽ പൂഞ്ഞാറിന് ഇന്ന് വികസനത്തിൻ്റെ പുതിയ മുഖമാണ്. നവകേരളം നവമുന്നേറ്റത്തിലൂടെ കാണാം പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങൾ. കോട്ടയം ജില്ലയിലെ ചെറിയൊരു മണ്ഡലമാണ് പൂഞ്ഞാർ. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരിമേലി, മുണ്ടക്കയം, പാറത്തോട്, കുട്ടിക്കൽ, കോരുത്തോട്, മീനച്ചൽ താലൂക്കിൽ ഉൾപ്പെട്ട പൂഞ്ഞാർ തെക്കേക്കര, തീക്കോയി, തിടനാട് എന്നീ പഞ്ചായത്തുകളും ഈരാറ്റുപേട്ട നഗരസഭയും ഉൾപ്പെട്ടതാണ് ഈ മണ്ഡലം. ലോകമെങ്ങും ഖ്യാതിയുള്ള തീർത്ഥാടക ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന എരിമേലി മണ്ഡലത്തിലെ പ്രധാന പഞ്ചായത്തുകളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ എരിമേലിയുടെ വികസനത്തിന് ഏറെ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 15 കോടി രൂപ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയുടെ പ്രവേശന കവാടമായ എരിമേലിയിൽ ഇടത്താവള നിർമ്മാണം നടപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ചൂണ്ടിക്കാട്ടി. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 4-5 പ്രവർത്തനങ്ങളാണ് കിഫ്ബി ഫണ്ടിങ്ങിലൂടെ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എരുമേലി ശബരിമലയുടെ പ്രവേശന കവാടമാണ്. ആ പ്രവേശന കവാടത്തിൽ ലോകത്തെല്ലായിടത്തുനിന്നും എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി ഉള്ള സൗകര്യമൊരുക്കുന്നതിന് 15 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരിടത്താവള പദ്ധതി നടപ്പിലാക്കി വരികയാണ്. അത് അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലും പുതിയ മുന്നേറ്റത്തിന്റെ കഥകളാണ് പൂഞ്ഞാറിന് പറയാനുള്ളത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികളടക്കം പഠനം നടത്തുന്ന മുരിക്കുംവയൽ VHSSനെ മികവിന്റെ ഉയരങ്ങളിലേക്ക് നയിക്കാൻ പദ്ധതി തയ്യാറായി. പദ്ധതിയുടെ ഭാഗമായി 5 കോടി രൂപ ചെലവഴിച്ച് സ്കൂളിന് പുതിയ മന്ദിരം നിർമ്മിക്കുകയാണ്. മുരിക്കുംവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വൊക്കേഷണൽ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും എല്ലാമുള്ള ഈ നിയോജകമണ്ഡലത്തിലെ ഏക കോമ്പൗണ്ടാണ് പിന്നോക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ മുരിക്കുംവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിന് 5 കോടി രൂപയുടെ പുതിയ കെട്ടിട സമുച്ചയം, ബഹുതല ഹയർ സെക്കൻഡറി വിഭാഗത്തിനുള്ള ബഹുതല കെട്ടിട സമുച്ചയം കിഫ്ബി ഫണ്ടിലൂടെ പൂർത്തീകരിച്ച് അവിടെ ക്ലാസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.
വാഗമൺ റോഡ്, ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണിലേക്കുള്ള 24 കിലോമീറ്റർ റോഡ് കേരളത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാഗമൺ. ആ വാഗമണിലേക്കുള്ള റോഡ് ഏതാണ്ട് 60 വർഷം മുമ്പ് നിർമ്മിച്ചത് പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ ആധുനിക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന്, വീതി കൂട്ടി നിലവാര വർധനവോടുകൂടി നിർമ്മിക്കുന്നതിന് ആവശ്യമായ 64 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പൂഞ്ഞാർ നിയമമണ്ഡലത്തിലെ ഏക മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാന മന്ദിരം മുമ്പ് പഞ്ചായത്തായിരുന്ന അവസരത്തിൽ ഉപയോഗിച്ചിരുന്ന അതേ ചെറിയ സൗകര്യങ്ങളുള്ള, പരിമിതമായ സൗകര്യങ്ങളുള്ള ഓഫീസ് കെട്ടിടമാണ്. അതിന് പകരം പുതിയ മുനിസിപ്പൽ ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് 7,68 ലക്ഷം രൂപ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരികളുടെ പറുദീസയായ വാഗമണ്ണിലേക്കുള്ള റോഡ് വീതി കൂട്ടുന്നതിനുള്ള പദ്ധതികൾക്കും ഇവിടെ രൂപം നൽകിക്കഴിഞ്ഞു. 64 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ സ്വപ്ന പദ്ധതി നടപ്പാക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഐസൊലേഷൻ വാർഡ്, സാംക്രമിക രോഗങ്ങളടക്കം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആളുകളെ ഐസൊലേറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ള ഐസൊലേഷൻ വാർഡ് 1,30 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ചതും കിഫ്ബി ഫണ്ട് കൂടി ഉൾപ്പെടുത്തിയാണ്. ഇങ്ങനെ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും വിദ്യാഭ്യാസ രംഗത്തും ഗതാഗത രംഗത്തും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടെല്ലാം കിഫ്ബി ഫണ്ട് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് പുതിയ മന്ദിരമെന്ന സ്വപ്നവും ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. 7,68 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മന്ദിരം നിർമ്മിക്കുന്നത്. ആരോഗ്യരംഗത്തിന് പുത്തൻ ഉണർവേകി ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഐസൊലേഷൻ വാർഡ് ഒരുക്കുന്നതാണ് ശ്രദ്ധേയം. സാംക്രമിക രോഗങ്ങളടക്കമുള്ള സാഹചര്യം മുന്നിൽ കണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. 15,30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി ഒരുക്കുന്നത്. കേരള ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന കിഫ്ബി അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് ഓഫ് ബഡ്ജറ്റ്സ് ബോറോയിങ്സിലൂടെ നടത്തുന്ന വിഭവ സമാഹരണവും അത് വിനിയോഗിച്ച് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ സമഗ്രവും സർവ്വതോന്മുഖവുമായ ലോക നിലവാരത്തിലേക്ക് ഈ നാടിനെ എത്തിക്കുന്ന രീതിയിലുള്ള പുരോഗതിക്ക് അടിത്തറ ഒരുക്കിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അഭൂതപൂർവമായ വികസനത്തിലെല്ലാം കിഫ്ബിയുടെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. പൂഞ്ഞാർ മണ്ഡലത്തിൽപ്പെടുന്ന 13 പഞ്ചായത്തുകളിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്ന 1,243 കോടി രൂപയുടെ മീനച്ചൽ മലങ്കര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ഭാഗമായി നീലൂരിൽ സ്ഥാപിക്കുന്ന 45 ദശലക്ഷം ലിറ്റർ പ്രതിദിന ശേഷിയുള്ള ജലശുദ്ധീകരണശാലയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന വലിയ പദ്ധതികളിലൊന്നാണ് മലങ്കര മീനച്ചൽ കുടിവെള്ള പദ്ധതി. മലങ്കര ജലാശയത്തിൽ നിന്നും വെള്ളം സംഭരിച്ച് നീലൂരിൽ സ്ഥാപിക്കുന്ന പ്ലാന്റിൽ ശുദ്ധീകരിച്ച കുടിവെള്ള പൈപ്പ് വഴി എത്തിച്ചാണ് വിതരണം നടത്തുന്നത്. ഇതിനായി 1 മീറ്റർ വ്യാസമുള്ള DI പൈപ്പുകൾ എത്തിച്ചു കഴിഞ്ഞു.
സമസ്ത മേഖലകളിലും വികസനത്തിന്റെ വെളിച്ചം ചൊരിഞ്ഞ് പൂഞ്ഞാർ പുത്തൻ കാൽവയ്പ് നടത്തുകയാണ്. ജനകീയ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ. കോട്ടയം ജില്ലയിലെ ചെറിയ മണ്ഡലമാണെങ്കിലും വലിയ വികസന വിസ്മയങ്ങളാണ് പൂഞ്ഞാറിൽ ദൃശ്യമാകുന്നത്. ജനകീയ അഭിലാഷങ്ങൾ ഹൃദയത്തിലേറ്റി വികസന മുന്നേറ്റമാണ് മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത്.